ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം. സ്യമന്തകം. കേൾക്കെടോ സത്രാജിതനായ യാദവമൂഢനോർക്കാതെ മുകുന്ദങ്കലപവാദങ്ങൾ ചൊന്നാൻ. ആയതുമൂലമവൻ ഭീതനായി തൻ്റെ പുത്രി ആയതവിലോചനയായൊരു സത്യഭാമ തന്നെയും സ്യമന്തകമണിയും കൂടി തന്നെ നന്ദനന്ദനൻ കൃഷ്ണൻ തനിക്കായി കാഴ്ച നൽകി എന്നിവ കേട്ട നേരം ചോദിച്ചു പരീക്ഷിത്ത്. നന്ദിച്ചു സത്രാജിതനെന്തു കൃഷ്ണനെ കൊണ്ടു ചൊന്നതെന്നതും അവൻ പുത്രിയെ മണിയോടും ഒന്നിച്ചു കൊടുത്തതും മണിതൻ വൃത്താന്തവും എങ്ങനെയെന്നു തിരിച്ചരുളി ചെയ്തിടണം. ഇങ്ങറിവതിനെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ ചൊല്ലിനാൻ. സത്രാജിതനായ യാദവൻ പണ്ടു നല്ലവണ്ണമേ വിത്താർത്ഥത്തിനായി സൂര്യൻ തന്നെ സേവിച്ചു. സൂര്യൻ താനും മോദിച്ചു സ്യമന്തക പാവനമണിരത്നം കൊടുത്തു സത്രാജിതേ. നിത്യവും ഭക്തിയോടെ വിപ്രന്മാർ പൂജിക്കിലോ നിത്യവും 8 ഭാരം കനകം മണി നൽകും. സത്രാജിത്താകും അവനമ്മണി കണ്ഠേ ധരിച്ചത്രയും ദീപ്ത്യാ വ്യോമമാർഗേ സഞ്ചരിക്കുമ്പോൾ ദ്വാരകവാസികളും വിസ്മയിച്ചക്ഷികളും പാരമാം തേജസ്സിനാൽ മിഴിച്ചുകൂടായികയാൽ നേത്രങ്ങൾ പൊത്തിക്കൊണ്ടു ബാലരും വേഗമോടെ ആർത്തത്രാണന ഹരേ പാഹ്യസ്മാൻ നമോസ്തുതേ. ചക്രാബ്ജ ഗദാധാരിൻ ഹേ ദാമോദര സങ്കടവിനാശന നന്ദനന്ദന പ്രഭോ. അർക്കനിങ്ങിറങ്ങി വന്നിടുന്നു ജഗൽപ്രഭോ. നിൽക്കരുതിവിടത്തിൽ ഞങ്ങൾക്കുദയാനിധേ. നിന്തിരുവടി തന്നെ കണ്ടുപോവതിനായിട്ടന്തരാ സൂര്യൻ ദീപ്ത്യാ വരുന്നിതിവിടത്തിൽ. സൂര്യരശ്മികൾ കൊണ്ടു നേത്രങ്ങൾ പൊട്ടിപ്പോകും കാരുണ്യാംബുധേ പാലിച്ചിടുക എന്നിത്തരം ചൊന്നതു കേട്ടു കൃഷ്ണൻ ചിന്തിച്ചു കണ്ടറിഞ്ഞു. വന്നിടുന്നതു സൂര്യനല്ല അതിൻ വഴി കേൾപ്പിൻ. സൂര്യസേവയാ സൂര്യൻ കൊടുത്ത മണിയുമായി സൂര്യസന്നിഭ ശോഭ പൂണ്ടൊരു സത്രാജിതനാകിയ യദുവരൻ പോകുന്നു ദേവലോകേ. ലോകർക്കും മണിയുടെ മഹത്വം കേൾപ്പിച്ചിതു. ഇമ്മണിയിരിപ്പേടത്തടുക്കയില്ല ദോഷം ദുർമരണങ്ങൾ ആധിവ്യാധികൾ ജരാഭ്രാന്തി. നന്മണി ദിനം 8 ഭാരം ദ്രവ്യത്തെ നൽകും എന്നും ഇത്തരമെല്ലാം അരുൾ ചെയ്തിതു കൃഷ്ണൻ. സത്രാജിത്താകും അവൻ തന്നോടായൊരിക്കലേ ഉത്തമ പുരുഷനാം കൃഷ്ണനും വഴിപോലെ ചോദിച്ചാൻ. മഹാമണി മന്നവന്മാർക്കു യോഗ്യം മോദമുണ്ടാകും യദുരാജനു നൽകിയിടുകിൽ. ആകയാൽ നിനക്കിന്നു വേണ്ടുന്ന ധനമെല്ലാം ആകവേ തരുവൻ ഞാനില്ല സംശയമേതും. ഇത്തരം സത്രാജിത്തു കേട്ടു സൂര്യാജ്ഞയില്ലിങ്ങിത്തരം ചെയ്യുവാൻ കൊടുത്തിടുകയില്ലെന്നതും ചൊല്ലിനാൻ. ദ്രവ്യലോഭാൽ മാധവൻ അതിന്നേതും ചൊല്ലിയില പോന്നു സത്രാജിത്തും ചൊല്ലിയില ഏതും. അങ്ങനെ ഇരിക്കുന്ന കാലത്തു സത്രാജിത്തു തന്നുടെ സഹോദരനാകിയ പ്രസേനനും ഉല്ലാസമാകും മണികണ്ഠത്തിൽ ധരിച്ചിട്ടു നല്ലൊരു കുതിരതൻ മുകളിലേറിക്കൊണ്ടു വിക്രമത്തോടു നായാട്ടിനവൻ വനം പൊക്കു. അന്യനു ധരിപ്പാനായി നൽകിയില്ല മണിരവി. ഇന്നിതുമൂലം സത്രാജിതനു വന്നു ദോഷം. ഉത്ക്രമിച്ചിടും മണിശോഭ കണ്ടേറ്റം ഗോപാൽ വിക്രമ വീരസിംഹം വന്നുടൻ പ്രസേനനെ കുതിരയോടും കുന്നു മണിയും കൊണ്ടു സിംഹം അതിശോഭയാ പോകുന്നേരം അങ്ങതു കണ്ടു വീരനായിടുന്നൊരു ജാമ്പവാൻ കപിശ്രേഷ്ഠൻ പാരാതെ കണ്ടു സിംഹം തന്നെയും കൊന്നു വേഗം. ചാരുത കലർന്നൊരു മണിയും കൊണ്ടു തന്റെ ചാരുത്വം ചേർന്ന ഗൃഹപുക്കു തൻ പുത്രനാകും വാനരസൂനു സുകുമാരനു കളിപ്പാനായി വാനരവീരൻ കൊടുത്തിരുന്നു തപസ്സൊടും. കാനനെ നായാട്ടിനായി പോയൊരു പ്രസേനൻ താൻ വന്നതില്ലതിനാലേ തിരഞ്ഞു സത്രാജിത്തും കാടതിൽ തിരിഞ്ഞെങ്ങും കാണാഞ്ഞ് ദുഃഖത്തോടും വീടതിൽ വന്നു പറഞ്ഞിടിനാൻ രഹസ്യമായി. മുന്നമെന്നോടു മണി ചോദിച്ചിതൊരു കുമാൻ തന്നിടുകെന്നു കൊടുത്തില്ലെന്നു ഞാനും ഇപ്പോൾ. എന്നുടെ സഹജനെ കൊന്നവൻ മണിയതും ഇന്നുകൊണ്ടങ്ങുപോയി മറ്റാരുമല്ല നൂനം. ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കാലമേറവേ നൃണാം ചെൽകിലും പോകയില്ല. ബാലനായിടും നാളെ കവർന്നു നടന്നൊരു ശീലമുള്ള ആളുകളാം ഈ ചെയ്തു തന്നെ വരൂ. വിത്തത്തിനാഗ്രഹങ്ങൾ വിത്തേശനെന്നാകിലും ചിത്തത്തിൽ മതിവരാ ഉത്തമരെന്നാകിലും നല്ലൊരു വിളകളെ വേലിതാനിനിമേലിൽ തെല്ലുമേ മടിയാതെ തിന്നിടുമെന്നേ വേണ്ടു. രക്ഷിച്ചു പുലർത്തേണ്ടും ആളുകൾ മുതിർന്നിട്ടു ഭക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ എന്തൊന്നു ചെയ്യൂ. ഇങ്ങനെ ഇരിക്കുന്ന രാജ്യത്തു വസിക്കയിൽ മംഗലമിനി മൃതി എന്നതേവർക്കും പാർത്താൽ. ഇത്തരം ഓരോതരം ശങ്കായുക്തങ്ങൾ ചേർത്തു ചിത്തസിന്ദേഹാൽ ഏകകർണത്തിൽ സത്രാജിതൻ ചൊല്ലിനാൻ. അതു പിന്നെ മറ്റേവനോടെല്ലാം
എല്ലായിടം ഇതുപോലെ പരന്നിത് അപവാദം. ആരുമേ ബഹിർഭാഗേ കണ്ടാൽ മിണ്ടുകയില്ല. ചാരത്തും കോണതിലും വിസ്താരമായി നീളെ ചൈതന്യ സ്വരൂപനായിടുന്ന മുകുന്ദനും ചേതസി വിചാരിച്ചങ്ങറിഞ്ഞാൻ അവസ്ഥകൾ. രാജ്യവാസികളോടും നായാട്ടിനായിക്കൊണ്ടു യജ്ഞപുരുഷൻ പുരുഷോത്തമൻ പുറപ്പെട്ടു. ഘോരമാം വരം ബുക്കു തിരഞ്ഞു നോക്കുന്നേരം പാരാതെ കണ്ടിടിനാൻ ചത്തൊരു പ്രസേനനെ. കുതിരയോടും ചത്തുകിടക്കുന്നത് കണ്ടു പതിഞ്ഞു കാണായിതു സിംഹത്തിൻ പാദത്തെയും. കണ്ടവൻ സിംഹം ഇവൻ തന്നെ കൊന്നതും ദൃഢം രണ്ടില്ലെന്നോർത്തു സിംഹം തന്നെ പാദം നോക്കിച്ചെന്നപ്പോൾ മഹാവനെ കണ്ടിതു കൃഷ്ണാദികൾ ഉന്നത സിംഹം ചത്തുകിടക്കുന്നതും. പിന്നെ അവിടെ ആരാഞ്ഞപ്പോൾ വാനരപദം കണ്ടു. അവിടെ കപി സിംഹം കൊന്നിതെന്നോർത്തു പിന്നെ പാരാതെ വാനരത്തിൻ പാദലാഞ്ചനം നോക്കി നേരെ ചെന്നപ്പോൾ മഹാഗഹുരം കണ്ടിടിനാർ. ഘോരമാം ഗുഹൈ അതിൽ ഏറ്റവും അന്ധകാരാൽ വീരന്മാരായ യദുക്കൂട്ടവും ഭടന്മാരും പേടിച്ചു നിന്നിടിനാരന്നേരം മുകുന്ദനും പേടിക്ക വേണ്ട, നിങ്ങൾ നിൽപ്പിനിങ്ങിവിടത്തിൽ എന്നരുൾ ചെയ്തു. കൃഷ്ണൻ ഗുഹയിൽ കടന്നുപോയി മന്ദവന്യേ ഏറെ നടന്നോരനന്തരം കണ്ടിതങ്ങൊരു കപിബാലകൻ മിന്നും മണി കൊണ്ടു ക്രീഡിച്ചു വസിക്കുന്നതു മുകുന്ദനും. വേഗത്തോടടുക്കുന്ന മാനുഷരൂപം കണ്ട് വേഗത്തിൽ പേടിക്കുമാറലറി കപിസൂനു. ഊറ്റമാം ക്രന്ദിതത്തെ കേട്ടൊരു നേരത്തിങ്കൽ തെറ്റുന്നു ജാമ്പവാനും ചെന്നുടൻ നോക്കുന്നേരം മർത്യവേഷമെന്നോർത്തിട്ട് അടിച്ചാൻ ജാമ്പവാനും. സത്വരം കൃഷ്ണൻ താനും കുത്തിനാൻ ജാമ്പവാനെ. പിന്നെ തങ്ങളിൽ ചെയ്ത രണത്തിൻ വൈദഗ്ധ്യങ്ങൾ ഇന്നവണ്ണമേ എന്നു ചൊല്ലുവാൻ പണിതുലോം. മുഷ്ടിപാഷാണ വൃക്ഷം എന്നിവ കൊണ്ടേറ്റവും പുഷ്ടകോപേന പൊരുതീടിനാരതിഘോരം. 8-20 ദിവസം ഒരുപോലെ മുഷ്ടിയുദ്ധങ്ങൾ ചെയ്തു നിന്നിതു ദിവാനിശം. മുഷ്ടികൾ തന്മേലേറ്റു തളർന്നു കപിവീരൻ പെട്ടെന്നു ഭൂമി തന്നിൽ മോഹിച്ചു വീണ ശേഷം തന്നുടയുള്ളിൽ പൂർവവൃത്താന്തം ഓരോതരം നന്നായി വിചാരിച്ചു വിരിഞ്ചൻ ചൊന്ന വാക്കും സകല ഭൂതങ്ങൾക്കും കാരണനായിക്കൊണ്ടു സകല സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി പരമപുരാണ പുരുഷനായിരിക്കുന്ന പരമാത്മാവാം വിഷ്ണു ഭഗവാനെന്നെ മറ്റുമൊരു പുരുഷന്മാരും എന്നെയും ജയിപ്പീല എന്നിരിക്കയാൽ എന്നെ ജയിച്ച ഭവാൻ ഇന്നു നിർണയം. പരമാത്മാവായി കാലരൂപനായിട്ടിരിക്കും വിഷ്ണു തന്നെ നിന്തിരുവടിയെന്നു അറിഞ്ഞുകൊണ്ടിടിനേൻ ഞാനെന്നും. അതുമല്ല നക്രങ്ങൾ തിമിംഗലാദ്യാദി ജന്തുഭിർയുധം അബ്ധിയെ ചിറകെട്ടി സ്വർണശോഭിതമായിട്ടിരിക്കും ലങ്കതന്നിൽ ഗമിച്ചു ത്വൽബലത്താൽ ഘോരരാക്ഷസന്മാരെ കൊന്നതും ഭവാൻ തന്നെ. ഇങ്ങനെയെല്ലാമുള്ള ഭഗവാൻ തന്നെ ഇന്നു ഇങ്ങുവെന്നെ ജയിച്ചേനെന്നും അറിഞ്ഞു ഞാൻ. ജാമ്പവാൻ തൻ്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം കൽമഷഹരൻ കൃപാവാരിധി കൃഷ്ണൻ മോദാൽ ദീനഭീതികൾ തീർത്തു വരങ്ങൾ നൽകും കയ്യാൽ വാനരവീരൻ തന്നെ നന്നായി തലോടിനാൻ. അന്നേരം ആലസ്യവും തീർന്നു സന്തുഷ്ടനായി വന്ദിച്ച കവിയോട് കൃഷ്ണനും അരുൾ ചെയ്തു. ഉത്തമമായി ഇടുന്ന രത്നമാം സ്യമന്തകം ഓർത്തു ഞാൻ അവിടേക്ക് വന്നിതെന്നറിക നീ. ദുഷ്കീർത്തി സ്യമന്തകം മൂലമായി എനിക്കുണ്ടു ദുഷ്കൃതി അതും ഇതു തന്നു നീക്കുക ഭവാൻ. എന്നതു കേട്ട നേരം മോദേന കപീന്ദ്രനും ചെന്നു തൽപുത്രിയായ കന്യകാരത്നേന വന്നുത്തമം സ്യമന്തകമണിയും ജാമ്പവതി ഉത്തമ സ്ത്രീരത്നവും കൃഷ്ണനു നൽകി. പിന്നെ ഭക്തിയോടേറ്റം തൊഴുത് അടിയിൽ വീണുകൂപ്പി ഭക്തവത്സലൻ നന്നായി വരികെന്നരുൾ ചെയ്തു. കന്യകാരത്നത്തെയും മണിയും കൈക്കൊണ്ടതാ നന്ദജൻ ഗുഹയിൽ നിന്നൻപോട് പുറംപൂക്കു നോക്കുന്ന നേരം യദുവൃന്ദത്തെ കണ്ടീലെങ്ങും വെക്കത്തിൽ ദ്വാരാവതിക്ക് അങ്ങനെ ചെന്നു കൃഷ്ണൻ. യാദവ വീരന്മാരും സേനയും ഗുഹാമുഖേ 12 ദിനം നിന്നു. മോദമെന്നിയേ പിന്നെ കൃഷ്ണനെ കാണാഞ്ഞേറ്റം ദുഃഖിത ചിത്തത്തോടും തൽക്ഷണം ദ്വാരാവതി പുക്കു. വൃത്താന്തമെല്ലാം യദുക്കളോടും വസുദേവ ദേവകിമാർക്കും വേദനിപ്പിച്ചതു. പിന്നെ ഖേദിച്ചു യദുക്കളോടും വസുദേവ ദേവകിമാർക്കും വേദിപ്പിച്ചിതു. പിന്നെ ഖേദിച്ചു യദുക്കളും ഖേദിച്ചു വസുദേവ ദേവകി രുക്മിണ്യാദി വേദനപ്പെട്ടു സത്രാജിതനെ ശപിച്ചിതു. പിന്നെയും ദുർഗ തന്നെ സേവിച്ചു. ദുഷ്കാലവും ഭിന്നമായ ഗുണങ്ങൾക്കും കൃഷ്ണനിങ്ങെത്തുവാനും ദേവിയെ പൂജ ചെയ്തു. ദക്ഷിണാസമയത്തു ദേവകി സുതന്മണിരത്നവും സ്ത്രീരത്നവും കൈക്കൊണ്ടു ദ്വാരാവതി പുക്കു തൽസഭയിങ്കൽ. ഉൾക്കുതുകേന കണ്ടാൽ ദേവക്യാദികൾക്കപ്പോൾ ചിത്തത്തിലുണ്ടായി വന്ന മോദമെങ്ങനെ ചൊല്ലൂ. സത്യപുരുഷൻ വൃത്താന്തങ്ങൾ തൽസഭയിങ്കൽ എത്രയും പരസ്യമായി ചൊല്ലി അങ്ങറിയിച്ചു. സത്രാജിത്താകും നൃപൻ തന്നെയും വരുത്തിയിട്ട് ഉത്തമമണി കൊടുത്തിടിനാൻ അവൻ കയ്യിൽ. വൃത്താന്തം അതുമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ വക്രവും കുമ്പിട്ട് അവൻ എത്രയും ഭയത്തോടും ചിത്തശോകവും പൂണ്ടു മണിയും വാങ്ങിക്കൊണ്ടു ചിത്തചഞ്ചലത്തോടും ചെന്നു തന്മന്ദിരത്തിൽ ചിന്തിച്ചു പലതരം പാർത്തു.
ഞാൻ എന്തു വേണ്ടു ചന്താമരാക്ഷനോട് പിഴച്ചു പോയാനല്ലോ. സത്യഭാമാഖ്യയായ പുത്രിയും സ്യമന്തകരത്നവും കൂടി കൃഷ്ണൻ തനിക്കു കാഴ്ചവെച്ചു കാൽക്കൽ വീണപേക്ഷിച്ചെന്ന അപരാധങ്ങൾ തീർക്കാം. നീക്കമില്ലതിനെന്നു ചിന്തിച്ചു സത്രാജിതൻ. സത്യഭാമയാം പുത്രി തന്നെയും രത്നത്തെയും സത്യരൂപനാം കൃഷ്ണൻ തനിക്കു കാഴ്ചവെച്ചു ചെയ്ത അപരാധം പൊറുക്കെന്നു ചൊല്ലിയിട്ടു വീണു കൈതൊഴുതു ഒരു നേരം ചിന്തിച്ചു മുകുന്ദനും. ആസ്ഥയാ പല നൃപന്മാരിവൾ തന്നെ ചെന്നു പ്രാർത്ഥിച്ചു ലഭിയാതെ ഇരിക്കും ഇവൾ തന്നെ തനിക്കു ലഭിക്കയാൽ സന്തോഷം പൂണ്ടു കൃഷ്ണൻ നനച്ചു സത്രാജിതനോടേവം അരുൾ ചെയ്തു. നിന്നുടെ മണി എനിക്കാഗ്രഹമില്ലയടോ. നിന്നുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതിതാനും. പുത്രിയെ എനിക്കു നീ തന്നതുകൊണ്ട് ഉള്ളത്തിൽ എത്രയും പ്രിയം വന്നു മിത്രമായി വന്നേനല്ലോ. അപ്രിയമിനിയിൽ ഇല്ലെന്നല്ല, മുന്നമേ ഇല്ല. സുപ്രീതനായി ഭവാൻ പോയാലും മണിയുമായി മിത്രനാൽ ദത്തമായ മണി നിന്നുടെ ഗൃഹേ എത്രയും മോദത്തോടെ വസിപ്പിച്ചതിൻ ഫലം മിത്രഭക്തനാം ഭവാൻ തന്നെ തദ്ഭോഗകർത്ത ആകയാൽ മോദത്തോടെ പോക എന്നരുൾ ചെയ്തു. വൈകാതെ സത്രാജിതൻ മണിയും കൊണ്ടുപോയാൻ മല്ലലോചനൻ പിന്നെ കന്യകമാരെ മോദാൽ കല്യാണം കഴിച്ചവരെല്ലാവരും മോദത്തോടെ നല്ല ദ്വാരക തന്നിൽ വസിച്ചു സുഖത്തോടും മല്ലലോചനനോടും. അങ്ങനെ നൃപോത്തമ കുന്തിയും പാണ്ഡവരും ജാതുഷഗൃഹത്തിങ്കൽ വെന്തുപോയെന്നുള്ളതു കേൾക്കയാൽ രാമൻ താനും എല്ലാമേ മുന്നമറിഞ്ഞിരിക്കും എല്ലാരെയും വല്ലൽ പൂണ്ടൊരുമിച്ചു ഹസ്തിനം ബുക്കീടിനാർ. ഇഷ്ടൻ വിതുരർ, ഭീഷ്മഗാന്ധാരി, ദ്രോണൻ, ധൃതരാഷ്ട്രർ എന്നിവരെയും തുല്യ ദുഃഖേന കണ്ടുവാണിയിടുന്നതു കാലം അക്രൂരൻ കൃതവർമാ പ്രാണസ്നേഹേന അവരിരുവരും ഒരുമിച്ചു അന്ധനാം ശതധന്വാവായ യാദവഗൃഹേ ബന്ധുവായി ചെന്നു ചൊന്നാരവരും ഒരു ദിനം. കേട്ടാലും ശതധനുസ്സാകിയതൂത്തമാ കേട്ടിയിലെ സത്രാജിതൻ തന്നുടെ വൃത്താന്തവും. കശ്മലൻ അവൻ തൻ്റെ പുത്രിയെ നമ്മൾ ചെന്നു ഈച്ഛയാ ചോദിച്ചതു നിനക്കു നൽകിയിടുവാൻ താൻ ചെയ്തൊരു അപരാധാൽ പേടിച്ചു പുത്രി തന്നെ ചഞ്ചല ബുദ്ധ്യാ കൊണ്ടക്കൊടുത്തു മുകുന്ദനും. എത്രയും ഷഠനവൻ തന്നെയും കൊന്നു നീയും ഉത്തമരത്നമതും കൊണ്ടുപോരാഞ്ഞതെന്തേ? കേശവൻ തന്നോടവൻ പാപങ്ങൾ ചെയ്യുക മൂലം കേശവൻ നിന്നോടേതും കോപിക്കയില്ല തിന്നും എന്നിരിക്കലും കൃഷ്ണൻ കോപിച്ചിതെന്നാകിലും നിന്നുടെ പക്ഷത്തിനു ഞങ്ങളുമുണ്ടു താനും. ഇത്തരം കേട്ടു ശതധന്വാവും ഇത് വാർത്താൽ എത്രയും നന്നോർത്തു രാത്രിയിൽ മടിയാതെ സത്തുരൻ ചെന്നു സത്രാജിതനെ കൊന്നേടിനാൻ. വിത്തവർദ്ധനമായ മണിയും കൊണ്ടുപോന്നാൻ. താതനെ കൊന്ന മൂലം സത്യഭാമയും വേഗാൽ താതദേഹത്തെ തൈലത്തോണിയിലിട്ടു. പിന്നെ താതേതി വിലാപിച്ചു സത്തുരൻ ചെന്നു ഹസ്തിനമായ പുരിപുക്കു കൃഷ്ണനെ കണ്ടു വാർത്തകൾ അവളെല്ലാം ഖേദത്തോടറിയിച്ചാൾ. അന്നേരം മുകുന്ദനും രാമനും ബന്ധപ്പെട്ടു ഇന്നു വൈകാതെ പോകെന്നാശു യാത്രയും ചൊല്ലിപ്പോന്നവരിങ്ങു വന്നു ചിന്തിച്ചു നിശ്ചയിച്ചാർ. ഇന്നിനി ശതധന്വാവാകിയ ദുഷ്ടൻ തന്നെ കൊന്നിനിക്കാര്യം എന്നു കൃഷ്ണനും രാമൻ താനും ഒന്നിച്ചു തേരിൽ കരേറിയിട്ടുടൻ പുറപ്പെട്ടു. ആയതു സമയത്തു പാഞ്ചാല നൃപന്തന്റെ പുത്രിയാം പാഞ്ചാലിതൻ കല്യാണം അറിയിച്ചു. എത്രയും വേഗം ചെൽവാൻ ദൂതനും വന്ന നേരം പാഞ്ചാലപുരം പൊക്കു വിപ്രരാം പാണ്ഡവരെ വാഞ്ചയാ കണ്ടു. രാമൻ തനിക്കും കാണിച്ചിതു. രാമനും അപ്പോൾ ചിത്തശോകവും കളഞ്ഞിതു. കാമതൻ കൃഷ്ണൻ ചെന്നു കുംഭകാരാലയത്തിൽ താത സോദരിയായ കുന്തിയെ കണ്ടു ചൊല്ലി ചേതസി നിശ്ചയിച്ചു. പിന്നീടും അവിടുന്ന് പാഞ്ചാലൻ തന്നെ കണ്ടു പോന്നിതു രാമനുമായി. അഞ്ചിത കൃഷ്ണൻ പോന്നു ദ്വാരകാപുരി തന്നിൽ. പിന്നെ ശതധന്വാതനെ തേടിനാൻ ജവം തന്നെ കൊൽവതിനായി വരുന്നു സീരി കൃഷ്ണരെന്നു കേട്ടൊരു ശതധന്വാവും ഭീതിയോടെ ചെന്നുടൻ അക്രൂരനോട് എന്നെ രക്ഷിക്കയെന്നു ചൊന്നതു കേട്ടു. കൃതവർമാവും അക്രൂരനും ഒന്നിച്ചു ഭയപ്പെട്ടു ചൊല്ലിനാർ. കേട്ടാലും നീ രാമകൃഷ്ണന്മാരോട് പോർ ചെയ്തുകൊണ്ടിടുവാനാമല്ല മൂന്നു ലോകത്തിങ്കലുള്ളൊരുത്തർക്കും ലോകേശാധിപന്മാരായിടിനോരീശന്മാരോട് ആകായിക കാട്ടിയിടുവാനാരുള്ളൂ. ലോകത്തിങ്കൽ ഓരോരോ വിശേഷങ്ങൾ മാധവൻ ഗോകുലത്തിൽ പാരമായി ചെയ്തതൊന്നും കേട്ടതില്ലയോ ഭവാൻ? വീരനാം കംസൻ പിന്നെ മാഗധൻ ഇവർ തൻ്റെ കാര്യമെല്ലാം നീയും അറിയുന്നില്ലേ? പാർത്താൽ ബാലന്മാർ കൂണെടുത്തു പിടിക്കുന്നതുപോലെ ബാലഗോപാലൻ ഗിരി പൊങ്ങിച്ചു സപ്തദിനം. നമസ്തേ കൃഷ്ണായതേ അത്ഭുതകർമ്മണേതേ നമസ്തേ ജഗൽ സൃഷ്ടിസ്ഥിതി നാശനമൂർത്തേ ആദ്യന്തമില്ലാതെ അനന്താത്മനെ കൂടസ്ഥായ വേദ്യമല്ലാതെ പരമാത്മനെ കൃഷ്ണായതേ. ഇങ്ങനെ പറഞ്ഞവർ പിന്നെയും ചൊല്ലിയിടിനാർ. ഇന്നു നീ വല്ലേടവും വേഗേന പോയിടടോ. ഇത്തരം കേട്ടു ശതധന്വാവും ഭയത്തോടു സത്തുരം അക്രൂരങ്കൽമണിയും സമർപ്പിച്ചു. 100 യോജന ദിനം പായുന്ന വാജിയേറി നീറുന്നോരുള്ളവുമായി പാഞ്ഞതു പലദിശി. ഗരുഡധ്വജമേറി സീരിയും കൃഷ്ണൻ താനും ഒരുമിച്ചെത്തുന്നിതു വഴിയേ എന്നേ വേണ്ടു. മിഥിലാപുരം പുക്ക നേരത്തു കുതിരയും പതിതാൻ മരിച്ചതു.
ശതധന്വാവു തൻ്റെ അപ്പോഴതവിടേക്കു കൃഷ്ണൻ രാമന്താനും ഒപ്പമായി എതിർത്തടുത്തിടുന്നതു കണ്ടു. സത്വരമോടി ശതധന്വാവും അതു നേരം സത്വരം തേരിൽ നിന്നങ്ങിറങ്ങി. മുകുന്ദനും സത്വരമോടിയോടി തൊട്ടിട്ടും തൊടാതെയും മിഥിലാരാജ്യത്തിൻ്റെ ഉത്തരഭാഗത്തിങ്കൽ ശോഭിച്ചോരു ഭവനസീമനി ചെന്ന നേരം പിടിച്ചു. ശതധന്വാവാകിയ ഗുരുദ്രുഹം കടുക്കെന്നതികോപാൽ വധിച്ചു. മുകുന്ദനും ചക്രത്താൽ ശതധനുസ്സാകിയ ദുഷ്ടനെയും ചക്രപാണിയും വധിച്ചിടിനോരനന്തരം ചത്തുവീണവൻ തൻ്റെ ശീലയിൽ സൂക്ഷ്മശീല ചിത്രമാം വില്ലിന്മേലും മണിയെ നോക്കി കൃഷ്ണൻ തിരഞ്ഞു കാണാഞ്ഞിട്ടു. രാമനോടായി കൃഷ്ണൻ പറഞ്ഞു, വൃഥാലിവൻ തന്നെ നാം കൊന്നു, കഷ്ടം. ഇവൻ്റെ കയ്യിൽ മണിരത്നത്തെ കാണാനില്ല. ഏവം കൃഷ്ണന്റെ വാക്യം കേട്ടു രാമനുള്ളിൽ ഏതുമേ ബോധിക്കാഞ്ഞു ചിന്തിച്ചു പറഞ്ഞിതു. ചേതസിലോർത്താൽ ഒന്നു തോന്നുന്നതെനിക്കിപ്പോൾ മറ്റൊരു പുരുഷങ്കൽ രത്നത്തെ ഇവൻ താനും ഉറ്റ വിശ്വാസത്തോടോ ഭീതി കൊണ്ടെന്നാകിലോ കൊടുത്തിതെന്നു മമ നിശ്ചയം. അതിന്നു നീ പടുത്ത മുടങ്ങുപോയി ചെന്നു മണിയതു വരുത്തിയിടുക. ഞാനും മിഥിലൻ തന്നെ കണ്ടുവരുവൻ വൈകിടാതെ എന്നു രാമനും ചൊല്ലി. ചെന്നിതു വിദേഹന്റെ മന്ദിരേ. അതു നേരം ചെന്നു സൽക്കാരം ചെയ്തു മോദേന വിദേഹനും തന്നെ രാജ്യത്തിങ്കലിരുത്തി. വിദേഹനും അന്നു രാമങ്കൽ നിന്നു പഠിച്ചു. ദുര്യോധനൻ മംഗലഗതായുധമെത്രയും ശിക്ഷയോടും മംഗലമൂർത്തി കൃഷ്ണൻ ദ്വാരക പുക്കു. വേഗം തന്നെ വർഗങ്ങളോട് ഈ കഥയറിയിച്ചു. പിന്നെ താൻ മണി കണ്ടിയിലെന്നതും ചൊല്ലിശേഷം സത്യഭാമയെ കൊണ്ടിട്ട് അവൾ തൻ പിതാവിന് ഉത്തമമായ പിതൃകർമാതി ചെയ്യിപ്പിച്ചു. പിന്നെ താൻ മണിയെയും അന്വേഷിച്ച് അംഭോജാക്ഷൻ തന്നെ പുരത്തിങ്കലിരുന്നു. മോദത്തോടും അന്നേരം അക്രൂരനും കൃതവർമാവും കൂടി വന്നൊരു ഭീത്യാ പോയി കാശിയിൽ ഗൂഢമായി വാണിതു. പിന്നെ പല യാഗമങ്ങ് അക്രൂരനും ക്ഷീണത എന്നെ ബഹുദക്ഷിണയോടുകൂടി ചെയ്തിതങ്ങനെ വസിച്ചിടുന്ന കാലത്തിങ്കൽ കാണായി. ദ്വാരകയിൽ അനർത്ഥം പലവിധം ആദിഭൗതിക ദൈവികങ്ങളാൽ വർഷാദിയാൽ ചേതസി ദുഃഖം പൂണ്ടു. ദ്വാരകാവാസികളും വൃദ്ധന്മാരായ യദുകുലങ്ങൾ വിചാരിച്ചു. മുഗ്ധലോചനോട് ചൊല്ലിനാർ പുരാവൃത്തം. കാശീശൻ ദ്വാദശാബ്ദം വർഷമില്ലാഞ്ഞതുമൂലം ദേശവാസികളോടും ദുഃഖിച്ചു. പിന്നയവൻ മുഖ്യനാം ശ്വഭൽക്കനെ കൊണ്ടുപോയി രാജ്യത്തിങ്കൽ മുഖ്യമായി വച്ചാനപ്പോൾ വർഷവും ഉണ്ടായി വന്നു. ദുഃഖങ്ങൾ തീർന്നിടിനാൻ. കാശിഭൂപതി തൻ്റെ വിഖ്യാത ഗുണയായ ഗാന്ധിനി തന്നെ അന്നു നൽകിനാൻ ശ്വഭൽക്കന്. തൻ പുത്രൻ അക്രൂരനും ആകയാൽ ഇവൻ മഹാമതിമാൻ ഭാഗ്യവൃദ്ധൻ. താതൻ്റെ ഗുണങ്ങളിലേതുമേ കുറവില്ല. ചേതസി ധരിക്കിനി നീ അക്രൂരനറിഞ്ഞാലും അക്രൂരനറിഞ്ഞാലും ആകയാൽ അക്രൂരൻ അങ്ങിരിക്കും അവിടത്തിൽ ശോകങ്ങളൊന്നും ഉണ്ടായി വരികയില്ല താനും. ആകയാൽ അവൻ തന്നെ തിരഞ്ഞു വരുത്തേണം. ശോകങ്ങളൊന്നിനാലും പിന്നീട് നമുക്കില്ല. ഇത്തരം കേട്ടു കൃഷ്ണൻ സതുരം അക്രൂരനെ ചിത്തമോഹേന കാണുവാൻ വരുത്തിയതു നേരം. എത്രയും ഭയം പൂണ്ടുമേവുന്നോരക്രൂരനെ ചിത്തമോദേന കണ്ടു കൃഷ്ണനും ചൊല്ലിയിടിനാൻ. നിന്നെ കണ്ടതു മൂലം ഞങ്ങൾക്കുള്ളൊരു ദുഃഖമൊന്നൊഴിയാതെ തീർന്നു. സൗഖ്യമായി വന്നിതിപ്പോൾ യജ്ഞങ്ങളെല്ലാം ഒരു വിഘ്നവും വന്നിടാതെ. അജ്ഞാനമെന്നെ സമാപ്തികളും സാധിച്ചിതോ. നിന്നുടെ കയ്യിൽ മണിയിരിക്കുന്നതുമെല്ലാം മുന്നേ ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മഹാമതേ. സത്രാജിത്തിനു പുത്രരില്ലായക നിമിത്തമായി പുത്രിതൻ പുത്രന്മാർക്കു തന്മണിക്ക് അവകാശമെന്നിരിക്കലും മറ്റുമാർക്കുമേ മണി ഇതു തന്നെ കണ്ഠേ ധരിച്ചിടുന്നതല്ലായികയാൽ നിന്നുടെ കണ്ഠേ മണി ധരിച്ചു കൊണ്ടിടുക എന്നുമേ മമ ജ്യേഷ്ഠൻ രാമനും ഞങ്ങൾ ജനങ്ങൾക്കും ഇന്നിനി സംശയങ്ങൾ തീരുവാനായിക്കൊണ്ടു എന്നുടെ കരം തന്നിൽ തന്നാലും മണിയത്. ഇന്നിവർ കാശു കാട്ടി നിൻ കയ്യിലപ്പോൾ തരാം. ഇത്തരം അക്രൂരനും കേട്ടു തൻ ശീലയിൽ നിന്നുത്തമമായ മണിയെടുത്തു കൃഷ്ണൻ കയ്യിൽ കൊടുത്താൻ. അത് നേരം യാദവർക്കെല്ലാവർക്കും ഉടനെ സംശയവും തീർന്നതിങ്ങനന്തരം രാമനെ വേഗം വരുത്തിയിടിനാൻ കൃഷ്ണൻ താനും. രാമനും ഇവ കേട്ടു സന്ദേഹം തീർന്നു. മോദാൽ സാമോദം പുണർന്നിതു കൃഷ്ണനെ രാമൻ താനും. 5-6 സംവത്സരം പിരിഞ്ഞുവാണ മൂലം തഞ്ചിനോരന്തസ്താപം തീർന്നു. രാമന്റെ കയ്യിൽ കൊടുത്തു കാണിച്ചിതു രത്നവും. അതു പിന്നെ പടുത്തമോടു കൃഷ്ണൻ അക്രൂരൻ കയ്യിൽ നൽകി. ഹേ നൃപ, മാധവനും സത്യഭാമതൻ പുത്രർക്കാകുമോ മണിയെന്നു രാമനോട് ഉരച്ചപ്പോൾ മാധവൻ തന്നോടായി രാമനും പറഞ്ഞിതു. ബോധിക്ക നമുക്കിവയൊന്നും ഓർക്കേണ്ടതില്ല. ജാമ്പവാൻ പുത്രിയോടെ നൽകിനാൻ. ഇവിടേക്കു ജാമ്പവതി തൻ പുത്രന്മാർക്കു താൻ വേണ്ടതെന്നു പറഞ്ഞിട്ട് അക്രൂരന്റെ കരത്തിൽ പിന്നെ രത്നം പറഞ്ഞ വണ്ണം പ്രത്യർപ്പിച്ചതു. മഹാവിഭു, യാതൊരു ഭഗവാനായി വിഷ്ണുവാമീശൻ തൻ്റെ യാതൊരു കഥൈഹ വ്രജിനഹരമായി മംഗലമാവും ഇത് കേൾക്കിലും ചൊല്ലിയിടിലും തന്നെ ചിത്തെ ചിന്തിച്ചിടിലും അവർ തൻ്റെ ദുഷ്കീർത്തി മഹാപാപമൊക്കെയും ശാന്തമായി സൽകീർത്തി പ്രവരരായി വന്നിടുമെന്നു നൂനം.
ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.